ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. അന്ന് അവരുടെ എന്റർടൈൻമെന്റ് ഡ്രഗ്സും ലേഡീസുമായിരുന്നു. ലാൽ സാറാണ് മരുമകനെന്ന് ഞാൻ അറിഞ്ഞില്ല. ചാർമിള. ഒരു സമയത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നായികയായിരുന്നു ചാർമിള. മോഹൻലാൽ സിനിമയായ ധനത്തിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തിയത്. മലയാളത്തിൽ നിന്നും അവസരങ്ങൾ വന്നപ്പോൾ തുടക്കത്തിൽ നിഷേധിച്ചിരുന്നുവെന്നും അതിന് കാരണം മലയാളം ഇൻഡസ്ട്രിയെക്കുറിച്ച് അക്കാലത്ത് പ്രചരിച്ചിരുന്ന കഥകളാണെന്നും ചാർമിള പറയുന്നു. ബി ഗ്രേഡ് സിനിമകൾ മാത്രം നിർമ്മിക്കുന്ന ഇൻഡസ്ട്രിയാണ് അന്ന് മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്ന വിശേഷണമെന്നും അതിനാലാണ് മാതാപിതാക്കൾ മലയാള സിനിമയിൽ നിന്നും അവസരങ്ങൾ വരുമ്പോൾ വിടാതിരുന്നതെന്നും നടി പറയുന്നു. ആദ്യമൊക്കെ മലയാള സിനിമയിൽ അവസരങ്ങൾ വന്നപ്പോൾ ചെയ്യാൻ എനിക്ക് ഭയമായിരുന്നു. അഭിനയിക്കില്ലെന്ന് പറഞ്ഞ് പലരെയും തിരിച്ചയച്ചു. മലയാളം ഇൻഡസ്ട്രി എന്ന് കേട്ടാൽ സർട്ടിഫിക്കറ്റ് സിനിമകളും അതിന്റെ പോസ്റ്ററുകളുമാണ് അക്കാലത്ത് എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക. കഥ വ്യക്തമായി പറഞ്ഞു തന്നാലും എന്റെ അച്ഛൻ വിലക്കും. മലയാള സിനിമയാണെങ്കിൽ അഭിനയിക്കേണ്ടെന്ന് പറയും. പിന്നീട് ഒരു ദിവസം ബാലാജി അങ്കിൾ എന്നോടും കുടുംബത്തോടും സംസാരിച്ചു. മലയാള സിനിമയാണ്, എന്റെ മരുമകനാണ് ഹീറോ എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന്റെ മരുമകൻ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അത് മോഹൻലാൽ സാർ ആയിരുന്നു. ബാലാജി അങ്കിൾ തന്നെയാണ് ആ സിനിമയുടെ കഥയും മലയാളം ഇൻഡസ്ട്രിയിൽ ബി ഗ്രേഡ് സിനിമകൾ മാത്രമല്ലെന്നും നല്ല സിനിമകൾ ചെയ്യുന്നുണ്ടെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ താരങ്ങളുണ്ടെന്നും അവർ നല്ല സിനിമകളിൽ മാത്രമാണ് അഭിനയിക്കുന്നതെന്നും പറഞ്ഞു തന്നു. അങ്ങനെയാണ് ആദ്യത്തെ മലയാള സിനിമ ചെയ്യുന്നത്. ബി ഗ്രേഡ് സിനിമ ചെയ്യുന്നവർ വേറെ തന്നെ കാറ്റഗറിയാണ്. അവർ താമസിക്കുന്ന ഹോട്ടലും നമ്മൾ താമസിക്കുന്ന ഹോട്ടലും വ്യത്യസ്തമാണ്. ഒരു കാലത്ത് മലയാളികളുടെ എന്റർടൈൻമെന്റ് ഡ്രഗ്സും ലേഡീസും മാത്രമായിരുന്നു. അതിനാലാകണം ബി ഗ്രേഡ് സിനിമകൾക്ക് അക്കാലത്തെ വലിയ പ്രചാരം ലഭിച്ചത്. അന്നും ഷീലാമ്മ, പ്രേം നസീർ സാറൊക്കെ അഭിനയിച്ച നിലവാരമുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷെ തമിഴ്നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്ന മലയാള സിനിമകൾ ബി ഗ്രേഡ് കാറ്റഗറിയിൽ ഉള്ളതായിരുന്നു. കളക്ഷന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് എന്റെ കാഴ്ചപ്പാട് മാറിയത് മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ്. ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചിരുന്നവർ ആ പ്രൊഫഷൻ വിട്ട് സെറ്റിലായി. ഭൂരിഭാഗം പേരും വിവാഹിതരായി, ദുബായിൽ സെറ്റിലായി. ചിലർ മറ്റു ഭാഷകളിൽ ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുന്നു. ഇത്തരം സിനിമകൾ എടുക്കുന്നത് തന്നെ മലയാളത്തിൽ അവസാനിച്ചുവെന്നും ചാർമിള പറയുന്നു. ചാർമിള മലയാളത്തിൽ ചെയ്തതെല്ലാം പിൽക്കാലത്ത് പിന്നീട് ക്ലാസിക് സിനിമയുടെ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയവയാണ്. ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരിയാണെങ്കിലും ധനത്തിലെ തങ്കം എന്ന നിഷ്കളങ്കിയായ നാട്ടുമ്പുറത്തുകാരി കഥാപാത്രത്തിലൂടെ വളരെ വേഗത്തിൽ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ചാർമിള ഇടം നേടി. നടിയുടെ കരിയർ ബെസ്റ്റ് സിനിമകളെല്ലാം സംഭവിച്ചത് മലയാളത്തിലാണ്. അങ്കിൾ ബൺ, കേളി, പ്രിയപ്പെട്ട കുക്കു, കാബൂളിവാല തുടങ്ങിയവയാണ് അവയിൽ ചിലത്. മോഹൻലാലും ജയറാമും മുതൽ യുവനടൻ വിനീതിന്റെ നായിക വേഷം വരെ ചാർമിള ചെയ്തിട്ടുണ്ട്. തമിഴിലാണ് നടി ഇപ്പോൾ ഏറെയും സിനിമകൾ ചെയ്യുന്നത്. 50കാരിയായ താരം വിവാഹമോചിതയാണ്. നടൻ ബാബു ആന്റണിയുമായുള്ള നടിയുടെ പ്രണയവും നടനും അവതാരകനുമായ കിഷോർ സത്യയുമായുള്ള വിവാഹവും ഡിവോഴ്സുമെല്ലാം ഒരു കാലത്ത് വലിയ രീതിയിൽ വാർത്തയായ ഒന്നായിരുന്നു. ബാലതാരമായാണ് ചാർമിള അഭിനയിച്ചു തുടങ്ങിയത്.